ആ ഒരു ഓവർടേക്ക് സമയത്ത് ഞാൻ ഷിഫ്റ്റ് ചെയ്യാൻ മറന്നപ്പോൾ വണ്ടി പോകുന്നില്ല, റേസ് ആയിക്കൊണ്ടിരിക്കുക. കാരണം ക്ലച്ച് എൻഗേജ് ആയി, കണ്ടോ പോകുന്നില്ല. ഹായ് ഹലോ നമസ്കാരം. ഇത് കിയ സെൽട്ടോസ് ആണ്. കിയ സെൽട്ടോസിൻ്റെ 2023 മോഡൽ, അത് BS6-ൻ്റെ ആ ഒരു പുതിയ കംപ്ലയിൻസ് ആയിട്ട് വന്നിട്ടുള്ള കിയ സെൽട്ടോസ്. പക്ഷേ അത് മാത്രമല്ല, ഈ ഒരു വണ്ടി എന്ന് പറയുന്നത് IMT ആണ്. IMTയുടെ ആ ഒരു വീഡിയോ നമ്മൾ മുന്നേ ഹ്യുണ്ടായി വെന്യൂൽ ചെയ്തിരുന്നു. അവിടെ നിന്ന് അങ്ങോട്ട് IMT കോമൺ ആയി എന്നുള്ളതാണ്. അപ്പോൾ സോണറ്റിനാണെങ്കിലും ഈ ഒരു കാരൻസിനാണെങ്കിലും സെൽട്ടോസിനാണെങ്കിലും ഈ ഒരു സെൽട്ടോസിൻ്റെ കാര്യം പറഞ്ഞാൽ HTE മുതൽ HD എക്സ്പ്രസ് വരെയുള്ള മോഡലുകളൊക്കെ തന്നെ ആ ഒരു IMT ഉണ്ട്. അപ്പോൾ എന്താണ് IMT എന്നുള്ളത് ഞാൻ ആ ഒരു ഹ്യുണ്ടായി വെന്യൂയുടെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടി ആ ഒരു വണ്ടി കുറച്ചുകൂടി അല്ലെങ്കിൽ ആ ഒരു ടെക്നോളജി കുറച്ചുകൂടി ജനകീയമായ സ്ഥിതിക്ക് എനിക്ക് തോന്നുന്നു IMTയുടെ പ്രവർത്തനം അല്ലെങ്കിൽ IMTയുടെ കാര്യങ്ങളൊക്കെ ഒന്നുകൂടി പറയേണ്ടതുണ്ട്. അപ്പോൾ ഇന്നത്തെ ആ ഒരു വീഡിയോ എന്ന് പറയുന്നത് കിയ സെൽട്ടോസ് IMTയെ കുറിച്ച് മാത്രമല്ല, IMTയെ കുറിച്ച് കൂടിയാണ് പർട്ടിക്കുലർലി. അപ്പോൾ നമുക്ക് എന്തായാലും വണ്ടി എടുത്ത് ഓടിക്കുമ്പോൾ IMTയുടെ ആ ഒരു പ്രവർത്തന തത്വങ്ങളും അതല്ല എന്താണ് IMT എന്നുള്ളതും IMT ഓടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ പറയാം. വണ്ടിപ്രാന്തൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ ഈ IMT എന്ന് പറയുമ്പോഴേ തീർത്തും IMT ഇൻ്റലിജൻറ്റ് മാനുവൽ ട്രാൻസ്മിഷൻ, അങ്ങനെ കാട് കയറി ചിന്തിക്കേണ്ട കാര്യമൊന്നുമില്ല. IMT എന്ന് പറയുമ്പോൾ ശരിക്കും ഓട്ടോ ക്ലച്ച് അല്ലെങ്കിൽ ക്ലച്ച്ലെസ് ട്രാൻസ്മിഷൻ അത്രേ ഉള്ളൂ. അതായത് ശരിക്കും ഒരു 10 വർഷം മുന്നേ അല്ലെങ്കിൽ 15 വർഷം മുന്നേയൊക്കെ കുറച്ചധികം ഫോറങ്ങളിലൊക്കെ ഓട്ടോ ക്ലച്ച് എന്ന് പറഞ്ഞ ടെക്നോളജി, ഒരു സ്വിച്ച് വെച്ചിട്ട് ആ ഒരു ഗിയർ ലിവറിനോട് സ്വിച്ച് വെച്ചിട്ട് നമ്മൾ ഷിഫ്റ്റ് ചെയ്യുന്ന ഒരു കാര്യമൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും. അതിൻ്റെയൊക്കെ ഏറ്റവും മോഡേൺ വേർഷൻ ആൻറ്റി സ്റ്റാൾ പോലുള്ള ഫീച്ചേഴ്സ്, അതായത് നമ്മുടെ കൈ കൊണ്ടുപോകുമ്പോൾ സെൻസ് ചെയ്യുന്ന ആ ഒരു കാര്യം, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുമായിട്ട് വന്നിട്ടുള്ള ഏറ്റവും പുതിയ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള IMT ആണ് സെൽട്ടോസിലുള്ളത്. IMT സെൽട്ടോസിൻ്റെ IMT എന്ന് പറയുമ്പോൾ ശരിക്കും നമ്മൾ ആ ഒരു വെന്യൂവിൽ ഓടിച്ച IMT ആയിട്ടുള്ള പ്രധാന വ്യത്യാസം ഈ വണ്ടി ഓടിക്കുമ്പോൾ ഇത് ഡീസലാണെന്നുള്ളതാണ്. അതുകൊണ്ടുള്ള ഗുണം എന്ന് പറയുമ്പോൾ നമ്മൾ നിർത്തിയിട്ട് ഇപ്പോൾ എടുക്കുകയാണ്, സെക്കൻഡിലിട്ട് എടുത്താലും ആ ഒരു ബീപ്പ് സൗണ്ട് വരില്ല. കാരണം ഇനഫ് ടോർക്ക് ഉണ്ട്. ആ ഒരു 250 Nm ടോർക്ക് എന്ന് പറയുന്നത് ഈ ഒരു വണ്ടി സെക്കൻഡ് ഗിയറിലെടുത്ത് ഓടിക്കാൻ പര്യാപ്തമാണ്. പിന്നെ എനിക്ക് 1-2 അബദ്ധങ്ങൾ പറ്റിയത്, ഞാൻ ഫസ്റ്റ് ഇട്ടിട്ട് വലിപ്പിക്കാൻ വേണ്ടിയിട്ട് ആ ഒരു ഗിയറിൻ്റെ നോച്ചിൽ നിന്ന് ഇങ്ങനെ എടുത്ത് സെക്കൻഡിൽ വേണ്ടി വെയിറ്റ് ചെയ്യുക, ആ ഒരു സമയമുണ്ടോ RPM കയറ്റുമ്പോൾ അപ്പോൾ ചെറുതായിട്ട് കട്ട് ഓഫ് വന്ന ആ ഒരു ഫീൽ ഉണ്ടാവും. കാരണം സെൻസർ ഉണ്ട്, സെൻസർ ബേസ്ഡാണ് ശരിക്കും പറഞ്ഞാൽ IMT. അപ്പോൾ നമ്മുടെ കൈ ആ ഒരു ഗിയർ ലിവറിൻ്റെ മുകളിൽ ലോഡ് ചെയ്യുമ്പോൾ അത് ത്രോട്ടിൽ കട്ട് ചെയ്തിട്ട് ഷിഫ്റ്റ് ചെയ്യാനുള്ള ആ ഒരു കമാൻഡ് വരും. അങ്ങനെയാണ് IMT വർക്ക് ചെയ്യുന്നത്. ശരിക്കും IMT വർക്ക് ചെയ്യുക എന്ന് പറയുമ്പോൾ ഓട്ടോ ക്ലച്ച്. ഇപ്പോൾ ഞാൻ പറയാം, പണ്ട് കുറച്ച് കാലം മുന്നേ, ഞാൻ നേരത്തെ ഇൻട്രോയിൽ പറഞ്ഞ പോലെ കുറച്ച് കാലം മുന്നേ ആളുകൾ ഓട്ടോ ക്ലച്ച് എന്ന് പറഞ്ഞ് സ്വിച്ച് വെച്ചിട്ട് ഹൈഡ്രോളിക്കായിട്ട് ആ ഒരു ക്ലച്ച് പെഡലിനെ പ്രവർത്തിപ്പിച്ചുകൊണ്ട് ശരിക്കും ചെയ്യുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു. ഓട്ടോ ക്ലച്ച് എന്ന് പറഞ്ഞ സംഗതി അവൈലബിൾ ആയിരുന്നു മാർക്കറ്റിൽ, പലരും ചെയ്ത് കണ്ടു. ആ ക്ലച്ച് ഉപയോഗം കുറച്ച് സിറ്റിയിൽ ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി ചെയ്തൊരു കാര്യമായിരുന്നു. അത് ഇൻ്റലിജൻറ്റ് മാനുവൽ ട്രാൻസ്മിഷൻ എന്ന പേരിൽ ഹ്യുണ്ടായി 5 ഇറക്കിയപ്പോൾ ശരിക്കും IMT എന്ന് പറയുന്ന ആ ഒരു വണ്ടി കുറച്ച് റിലവൻ്റായി. കാരണം AMT വാങ്ങുന്ന ആളുകൾക്ക് തീർത്തും ഓട്ടോമാറ്റിക് പോലെ ഓടിക്കാം. അതായത് ഗിയറും അല്ലെങ്കിൽ ആ ഒരു ക്ലച്ചും എല്ലാം ഓട്ടോമാറ്റാണ്. ഇതിൻ്റെ കാര്യത്തിൽ ആ ഒരു ഗിയറിൻ്റെ കാര്യം എടുത്തു കളയാം. അപ്പോൾ ഞാൻ പറയാം, നമ്മൾ എന്താ ചെയ്യാൻ വേണ്ടി ഓടിക്കുമ്പോൾ ക്ലച്ച് ചവിട്ടി ഗിയർ മാറുന്നു. അപ്പോൾ ബോണറ്റിനകത്ത് ഒരാളിരുന്ന് ക്ലച്ച് ചവിട്ടി ഗിയർ മാറുന്ന ഒരു കൺസെപ്റ്റാണ് AMTയുടെ എങ്കിൽ, ബോണറ്റിനകത്ത് ഒരാളിരുന്ന് ക്ലച്ച് ചവിട്ടുന്ന ആ ഒരു സങ്കല്പിച്ചത്, അതാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു വണ്ടിയുടെ കാര്യം. അത്രേ ഉള്ളൂ. അതായത് തീർത്തും ഈ ഒരു വണ്ടിയുടെ ഇൻ്റലിജൻറ്റ് മാനുവൽ ട്രാൻസ്മിഷൻ എന്ന് പറയുന്നത് ഓട്ടോ ക്ലച്ച് എന്ന് ലളിതമായിട്ട് പറയാം. അപ്പോൾ ഓട്ടോ ക്ലച്ചിൽ ഈ വണ്ടി ഓടിക്കാനായിട്ട് ഈസിയാണ്. അപ്പോൾ ഞാൻ ഇന്നലെ ഒരു 200 കിലോമീറ്ററോളം വണ്ടി ഓടിച്ചതിൻ്റെ കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ കുറച്ച് കാര്യങ്ങൾ ഒന്ന് ഫെമിലിയറായി എന്ന് പറയുമ്പോൾ ഗിയർ ഷിഫ്റ്റ് ശരിക്കും ഈസിയാണ് കുറച്ചും കൂടിയും. അതായത് റിലേറ്റീവ്ലി ഇപ്പോൾ പഴയ വെന്യൂവിൽ കണ്ട പോലെ ടൈറ്റ് ഒന്നും ഫീൽ ചെയ്യുന്നില്ല. നമുക്ക് കൈ കൊടുത്ത് പെട്ടെന്ന് തന്നെ ഗിയർ ഷിഫ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ആ ഒരു ക്ലച്ച് ചവിട്ടി ആ ഒരു റിലീസാവുന്ന ഒരു സമയം ഒന്ന് ആൻറ്റിസിപ്പേറ്റ് ചെയ്താൽ മാത്രം മതി. അപ്പോൾ ഈസി ടു യൂസാണ്. സിറ്റി യൂസിൻ്റെ കാര്യമാണെങ്കിലും ലോങ് ഡ്രൈവ് ആണെങ്കിലും വലത് കാല് മാത്രം ഉപയോഗിച്ച് ഇടത് കാലിനെ പൂർണ്ണമായും വിശ്രമിപ്പിച്ച് നമുക്ക് വണ്ടി ഓടിക്കുക എന്നുള്ളത് IMTയുടെ കാര്യമായിട്ട് പറയാം. അപ്പോൾ ഡീസൽ IMT എന്ന് പറയുമ്പോൾ അത്യാവശ്യം ഫ്യൂൽ എഫിഷ്യൻ്റ് കൂടിയാണ്. ഏകദേശം ഒരു 18 കിലോമീറ്റർ മുതൽ 20 കിലോമീറ്റർ വരെ ഈ കിയ സെൽട്ടോസിൻ്റെ 1.5 ലിറ്റർ എഞ്ചിൻ ശരിക്കും നമുക്ക് ആ ഒരു സംഗതി മൈലേജ് തരുന്നുണ്ട്. പിന്നെ കയറ്റം കയറാനുള്ള ബുദ്ധിമുട്ടുകളും റിവേഴ്സിൻ്റെ കാര്യമാണ് തീർത്തും ആളുകൾക്ക് സ്കെപ്റ്റിക്കലായിരിക്കാം. അപ്പോൾ IMT ആണ്, ക്ലച്ച് താങ്ങാൻ പറ്റില്ല. ഞാൻ പണ്ട് നമ്മുടെ ഒരു നാനോ വാങ്ങാൻ പോയപ്പോൾ ഓട്ടോമാറ്റിക് വാങ്ങാതിരുന്നതിൻ്റെ കാര്യം എന്ന് പറയുന്നത് ലേ പോലുള്ള സ്ഥലങ്ങളിൽ ഒരു പക്ഷേ നമുക്ക് ക്ലച്ച് ചവിട്ടി ഒന്ന് താങ്ങേണ്ടി വന്നാലോ എന്ന് വിചാരിച്ചിട്ടാണെന്ന് പറഞ്ഞു. പക്ഷേ ഇതൊക്കെ സെൽട്ടോസൊക്കെ ശരിക്കും അത്യാവശ്യം 1.5 എഞ്ചിൻ എന്ന് പറയുന്നത് അത്യാവശ്യം ആ ഒരു ടോർക്കി ആയതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള വിഷയങ്ങളൊന്നും വരുന്നില്ല. അപ്പോൾ റിവേഴ്സ് എടുക്കുമ്പോൾ മാത്രം കയറ്റത്തിലാണെങ്കിൽ ഒന്നിങ്ങനെ ഒരു ചെറിയ ഒരു
ജെർക്കിനെസ് ഫീൽ ചെയ്തു. പക്ഷേ അത് അധികം ഒന്നും ഫീൽ ചെയ്യില്ല. ആ ഒരു ഇനീഷ്യലി എടുക്കുമ്പോൾ മാത്രം ഡ്രോപ്പിന് ഉണ്ടായില്ല. അത് മാത്രമല്ല IMTയുടെ ആ ഒരു ഹിൽ ഹോൾഡ് അസിസ്റ്റ് പോലുള്ള കാര്യങ്ങളെക്കാൾ കൂടുതൽ എനിക്ക് തോന്നുന്നു ഇവിടെ ഹാൻഡ് ബ്രേക്ക് യൂസ് ചെയ്യാനായിട്ട് കോഷൻ വാണിംഗ് മുകളിൽ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഹാൻഡ് ബ്രേക്ക് യൂസ് ചെയ്യുന്നത് നല്ലതാണ് കയറ്റത്തിൽ. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ IMT എന്ന് പറയുന്നത് തീർത്തും യൂസബിൾ ആയിട്ടുള്ള ഒരു എന്താ പറയുക, ഒരു ഓട്ടോമാറ്റിക് പോലെ എന്താ പറയുക, ഓട്ടോമാറ്റിക് എന്ന് പറയാൻ പറ്റില്ല, അസിസ്റ്റ് ഉള്ള ഒരു ഗിയർ ബോക്സ് എന്നാണ് IMTയെ കുറിച്ച് പറയുന്നത്. ഇപ്പോൾ ഞാൻ സെക്കൻഡിൽ ഇങ്ങനെ കാല് കൊടുത്താൽ വണ്ടി അങ്ങ് കയറി പോകും. തേർഡ് ഇടാം, അതുപോലെ അടുത്ത ഗിയർ ഇട്ട് നമുക്ക് ഓടിക്കാം. 6 സ്പീഡാണ്. അപ്പോൾ ഞാനിപ്പോൾ 4th ഗിയറിൽ വണ്ടി നിന്നു എന്ന് പറയുമ്പോൾ വണ്ടി നിന്നു ലിറ്ററലി. ഇനി നമുക്ക് കാല് കൊടുക്കുമ്പോൾ ശരിക്കും ആ ഒരു ഗിയർ എൻഗേജർ അല്ല, കാരണം ക്ലച്ച് ശരിക്കും അങ്ങ് ചവിട്ടി പിടിച്ച പോലത്തെ അവസ്ഥയാണ്. അപ്പോൾ പ്ലീസ് ഷിഫ്റ്റ് ഡൗൺ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ തേർഡിലേക്ക് ഷിഫ്റ്റ് ചെയ്താൽ വീണ്ടും ഷിഫ്റ്റ് ഡൗൺ പറയണു, വീണ്ടും ഒന്നുകൂടി സെക്കൻഡിലേക്ക് ഇട്ടാൽ ഷിഫ്റ്റ് ഡൗൺ പറയില്ല. അതായത് ഈ കയറ്റത്തിൽ കയറാൻ ഈ വണ്ടിക്ക് സെക്കൻഡ് മതി എന്നുള്ളതാണ്. കാരണം ഇത് ഡീസലാണ്. ഇപ്പോൾ പെട്രോൾ ആണെങ്കിൽ കഥ മാറും. പെട്രോൾ ടോർക്ക് കുറവാണ്ട് ഫസ്റ്റ് ഇടുന്ന വരെ ആ ഒരു പ്രോംപ്റ്റ് വന്നുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് അങ്ങനെ എടുത്ത് ഓടിക്കാം. ഇപ്പോൾ റിവേഴ്സ് അല്ലെങ്കിൽ എന്താ പറയുക, ആ ഒരു കിയ സെൽട്ടോസിൻ്റെ പൊതുവെയുള്ള മാനുവൽ മോഡലും അങ്ങനെ തന്നെയാണ്. അതായത് കോളർ പിടിച്ച റിവേഴ്സ്. അപ്പോൾ 6 സ്പീഡ് ഗിയർ ബോക്സ് ആണ്. ശരിക്കും ഇതിൻ്റെ ഒരു സെൻസേഴ്സിൻ്റെ വർക്ക് ഒരു ഇത്തിരി എന്താ പറയുക ഇൻ്റലിജൻ്റ് ആണ് എന്ന് തന്നെ പറയണം. ഇപ്പോൾ ആ ഒരു ഓവർടേക്ക് സമയത്ത് ഞാൻ ഷിഫ്റ്റ് ചെയ്യാൻ മറന്നപ്പോൾ വണ്ടി പോകുന്നില്ല, റേസ് ആയിക്കൊണ്ടിരിക്കുക. കാരണം ക്ലച്ച് എൻഗേജ് ആയി, കണ്ടോ പോകുന്നില്ല. അപ്പോൾ നമ്മൾ ശരിക്കും ആ ഒരു ഡൗൺ ചെയ്തെടുത്ത് പോകണം. അതായത് നമുക്ക് പ്രോംപ്റ്റ് തരും. ആ പ്രോംപ്റ്റ് എന്ന് പറയുന്നത് ശരിക്കും വലിയ ഓഡിബിളല്ല. അതായത് അകത്തിരിക്കുന്ന ആൾക്കാരെ തീർത്തും അത് അലോസരപ്പെടുത്തില്ല. പക്ഷേ വണ്ടി ഓടിക്കുന്ന ആൾക്കറിയാം നമ്മളെന്തോ മിസ്റ്റേക്ക് ചെയ്തു എന്നുള്ളത്. ഇപ്പോൾ ഓട്ടോയ്ക്ക് പ്ലാൻ ചെയ്യണം, 4ാമത്തെ ഗിയർ തന്നെ നമ്മൾ പോവുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, കാല് കൊടുത്താൽ ചിലപ്പോൾ അത് കയറി പോകണമെന്നില്ല. അപ്പോൾ തേർഡിലേക്ക് ഡൗൺ ചെയ്യണം. അപ്പോൾ നമ്മൾ പലപ്പോഴും AMT ഓടിച്ചിട്ടുള്ള ആളുകൾ, അല്ലെങ്കിൽ ഓട്ടോമാറ്റിക് ഓടിച്ചിട്ടുള്ള ആളുകൾ, അല്ലെങ്കിൽ പ്യുവർ മാനുവൽ ഓടിച്ചിട്ടുള്ള ആളുകൾ അവർ ചെയ്യുന്ന മിസ്റ്റേക്ക് എന്ന് പറയുന്നത്, മിസ്റ്റേക്ക് സംഭവിക്കാൻ സാധ്യതയുള്ള കാര്യം എന്ന് പറയുന്നത് പലപ്പോഴും ഗിയർ ഷിഫ്റ്റ് ചെയ്യാൻ മറക്കുക എന്നുള്ളതാണ്. ആ ഒരു കാര്യം മാത്രം ഒന്ന് ടേക്ക് കെയർ ചെയ്താൽ തീർത്തും ഈസി ടു യൂസ് ആയിട്ട്, തീർത്തും കൺവീനിയൻ്റ് ആയിട്ട്, തീർത്തും രസകരമായിട്ട് ഓടിച്ചുകൊണ്ടിരിക്കാൻ പറ്റിയൊരു വണ്ടി എന്നുള്ളത് എനിക്ക് ഒരു IMTയെ കുറിച്ച് തോന്നുന്നുണ്ട്. പ്രത്യേകിച്ചും ഈ ഒരു ഡീസൽ മോഡൽ. ഇപ്പോൾ പെട്രോൾ മോഡലിനേക്കാളും എന്തുകൊണ്ടും ചേരുന്നത് ഇപ്പോൾ AMT ആണെങ്കിലും IMT ആണെങ്കിലും, അതല്ല മറ്റുള്ള ഗിയർ ബോക്സുകളാണെങ്കിലും ഒക്കെ തന്നെ, അല്ലെങ്കിൽ ഓട്ടോമാറ്റിക്കുകളൊക്കെ തന്നെ ചേരുന്ന ഡീസലാണെന്ന് പറയുന്ന കാര്യം, ഡീസലിൻ്റെ ആ ഒരു ഇനീഷ്യൽ ടോർക്ക് ഉണ്ടല്ലോ, ആ ഒരു ടോർക്ക് കൊണ്ട് നമുക്ക് പല ആ ഒരു പവറിൻ്റെ കാര്യങ്ങളും പവർ ലോസും കാര്യങ്ങളൊക്കെ നമുക്ക് ഓവർകം ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ്. അപ്പോൾ പർട്ടിക്കുലർലി ഇതാണ് IMT. അതായത് ഹ്യുണ്ടായി അല്ലെങ്കിൽ കിയ അല്ലെങ്കിൽ അങ്ങനെ മോഡലുകൾ വരുന്ന IMTയുടെ ബെനിഫിറ്റ് എന്ന് പറയുന്നത് വില കുറവ് തന്നെയാണ്. ഇപ്പോൾ AMTയുടെ കമ്പയർ ചെയ്യുമ്പോൾ അങ്ങനെ പറയുമ്പോൾ ഈ ഒരു മോഡലിൻ്റെ വില എന്ന് പറയുന്നത് 21,74,000 രൂപയോളമാണെന്ന് തോന്നുന്നു. എനിക്ക് ആ ഒരു ഓൺ റോഡ് പ്രൈസ് എന്ന് പറയുന്നത്. മാത്രമല്ല 12 ലക്ഷം രൂപയുള്ള HTE മുതൽ IMT അവൈലബിൾ ആണ്. മാനുവൽ വാങ്ങണ്ട, എന്നാൽ ഓട്ടോമാറ്റിക്കലി പോലുള്ള ബഡ്ജറ്റ് ഇല്ലെങ്കിൽ IMT ചൂസ് ചെയ്യാവുന്ന ഒരു കാര്യമായിട്ട് തോന്നുന്നുണ്ട്. അപ്പോൾ കിയയുടെ സെൽട്ടോസിൻ്റെ കാര്യം പറഞ്ഞാൽ നല്ല സ്റ്റിയറിംഗ് ആണ്. അപ്പോൾ ക്ലച്ച് ഉണ്ടെങ്കിൽ തന്നെ വലിയ വിഷയമൊന്നുമില്ല, നല്ല ലൈറ്റ് ക്ലച്ചായിരുന്നു. ആ ഒരു ലൈറ്റ്നെസ്സിൻ്റെ ഒരു ക്ലച്ചും കൂടി തീർത്തും അവോയ്ഡ് ആയി അല്ലെങ്കിൽ ഇല്ല എന്നുള്ളതാണ് IMTയുടെ കാര്യം. അപ്പോൾ ഇത്രയുമാണ് IMTയുടെ കാര്യങ്ങൾ. ഈ സെൽട്ടോസിൻ്റെ അല്ലെങ്കിൽ കിയയുടെ കാര്യം പറയുമ്പോൾ കിയയുടെ ഏകദേശം എല്ലാ വേരിയൻറ്റിലും അല്ലെങ്കിൽ എല്ലാ മോഡലുകളും IMT ഉണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ ഇതിൻ്റെ കാര്യം പറഞ്ഞാൽ HTE മുതൽ HD എക്സ്പ്രസ് വരെയുള്ള മോഡലുകൾ IMT അവൈലബിൾ ആണ് ഡീസലിനും പെട്രോളിലും. ഈ ഒരു മോഡൽ എന്ന് പറയുന്നത് HD എക്സ്പ്രസ് ആണ്. ഈ ഒരു മോഡലിൻ്റെ വില എന്ന് പറയുന്നത് ഏകദേശം 21,71,000 രൂപയോളമാണ് ഓൺ റോഡ്. അപ്പോൾ എനിക്ക് തോന്നുന്നു IMT എന്ന് പറയുമ്പോൾ AMT ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ശരിക്കും ഗിയർ ഉണ്ട്, ക്ലച്ചില്ല. അതാണ് ഒരു വ്യത്യാസം എന്ന് പറയുന്നത്. അപ്പോൾ ഓടിക്കുമ്പോൾ ഇടതുകാലം നിങ്ങളോട് താങ്ക്സ് പറഞ്ഞുകൊണ്ടിരിക്കും, കാരണം ഇടതുകാല് വേനിക്കില്ലല്ലോ. അപ്പോൾ പതിപോലെ ഈ ഒരു വീഡിയോ ഇവിടെ നിന്ന് കരുതാണ്. ഇന്ന് വിഷു ആണ്, വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് വിഷുവിൻ്റെ അന്നാണ്. അതുകൊണ്ട് തന്നെ ഏവർക്കും ഹൃദയം നിറഞ്ഞ വിഷു ആശംസകൾ. വീഡിയോ ഇന്ന് വരില്ല, അതായത് വിഷു കഴിഞ്ഞിട്ട് ഉണ്ടാവുള്ളൂ എന്നാലും. അപ്പോൾ ഇത്രയാണ് കിയ സെൽട്ടോസിനെ കുറിച്ച് പറയാനുള്ളത്. അടുത്ത വീഡിയോ വീണ്ടും വരാം. അതിലേക്ക് നന്ദി, നമസ്കാരം.